അപ്പോൾ ചങ്കള് നമ്മളെ കയറ് എത്തിയില്ലട്ടോ. ഇനി ഒന്നും കൂടി അയച്ചു വിട്ടണം. അപ്പോൾ അതാ പിള്ളേര് ഇവിടെ നിന്നിട്ട് ഇത് കെട്ടയച്ചിട്ട് സഹായിക്കുന്നുണ്ട്. കെട്ടയക്കുന്നുണ്ട്. അത് ചങ്കള് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബംഗാളി പണി തുടങ്ങിയത് 2-ാം തീയതി കേട്ടോ. 2025 2-ാം തീയതി ഇന്ന് പണി തുടങ്ങിയിട്ടുള്ളത് വടമുക്കിൽ മുജാഹിദ് പള്ളിയുടെ ഭാഗത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയപ്പോൾ ഒരു വീട്ടിൽ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മടാൾ കിണറ്റിൽ പോയി. അപ്പോൾ മടാൾ കിണറ്റിൽ പോയത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാർക്കൊക്കെ വിളിച്ചിട്ടാ കാന്ത ഉണ്ടാകുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആള് ഞാൻ കണ്ട് പിന്നെ പീഡയുടെ അവിടെ നിന്നൊക്കെ കണ്ട ആളെ വ്യക്തിനെ കാണുകയൊക്കെ ചെയ്ത്. അപ്പോൾ മൂപ്പർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ആൾ വെറുതെ നടക്കാണ്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാന്ത. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ വിളിച്ചിട്ട് പറയണ് കാന്ത അവിടെ വീട്ടിലുണ്ട്, ജാതായിട്ട് പോയി വെക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മുകളിൽ വന്ന് നോക്കിയപ്പോൾ കാന്തം കിട്ടിയിട്ടാ. അപ്പോൾ ആ 2 കാന്തായിട്ട് നമ്മളിപ്പോൾ കിണറ്റിൽ പോയിട്ട് ആ സാധനം എടുക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരാളെ കാത്തിട്ട് നിൽക്കാന്ന് വെച്ചെങ്കിൽ അതായിട്ട് എത്ര നേരം നിൽക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കയ്യിലുണ്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ എല്ലതും. അപ്പോൾ ആ സാധനം കിട്ടിയിട്ടുണ്ട്. 2 വാർപ്പിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പഴയ പണ്ടത്തെ സെറ്റ് വെച്ചപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ കിടന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം സാധനം എന്താണ്. ഓക്കെ വേണ്ടേ നമ്മളെ വീട്ടിലിൻ്റെ മുകളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കിടന്ന് നിൽക്കണം. അതിൻ്റെ ഇതൊക്കെ കിടന്ന് നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതായിട്ട് നമ്മളിപ്പോൾ കിണറ്റി വീണ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇത് കെട്ടിയിട്ട് ഒന്ന് എടുത്തു നോക്കണം. അപ്പോൾ ഞങ്ങള് ലോറിയിൽ പോവാൻ കേട്ടോ. അപ്പോൾ കാന്ത എടുത്തിട്ട് പോവാണ്. ഇനിയിപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളെ മടാളെ എങ്ങനെയാണ് എടുക്കണമെന്നൊക്കെ കാണിച്ചു തരട്ടെ കിണറ്റിൽ നിന്ന്. അപ്പോൾ ഞങ്ങള് നമ്മൾ അവരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. പോണ വീടിൻ്റെ അവിടേക്ക് എത്താനായിക്കണേ. അപ്പോൾ നമ്മൾ ഈ വീട് 2 വീടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തെങ്ങേറിയിരുന്ന വീടെത്തി. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. നമ്മള് മടാൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ സൈഡാക്കണം. സൈഡാക്കിയിട്ട് വേണം നമുക്ക് ആ മടാൾ എടുക്കാൻ. അപ്പോൾ കിണറ്റിൽ ഇറങ്ങാനും കണ്ടിട്ട് എങ്ങനെ മടാൾ എടുക്കാന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മളെ കാന്തം പിടിച്ചിട്ട് ഇതാ കുട്ടികൾ നിൽക്കണിട്ടാ. ഇതാ വാടാ. ഞാൻ കയറ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. ഇനിയിപ്പോൾ കാന്തം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ഇതാണ് നമ്മളെ മേനിക്കാൻ്റെ വീട്ട്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഇപ്പോൾ തെങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണത്. എന്താണ് വേണ്ട തേങ്ങ പറക്കി കൂട്ടൽ കഴിഞ്ഞിരിക്കും കേട്ടോ വരെ. അപ്പോൾ നമ്മളിനി കിണറിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ പോവാം. നമ്മളെ മെഷീനൊക്കെ തെങ്ങിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ധ്യാന കുറച്ചങ്ങോട്ട് പോകണം കിണറിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ അവിടേക്ക് പോകണം. കാഴ്ചയും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധ്യാന അതിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് നമ്മളെ കയറി നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. മക്കളപ്പുറത്ത് കൂടെ പോയി തോന്നുന്നുണ്ട്. ഇതേ നമ്മളെ കിണറ്റിലിടലട്ടാ. ആ അവിടെ വെച്ചിട്ടുണ്ടല്ലേ. ആ പോരെ ഞങ്ങൾ മടാളെടുക്കാൻ വേണ്ടി പോകും. ഇതാണ് നമ്മളെ കിണർ. ഈ കിണറ്റിനാണ് നമ്മൾ മടാളെടുക്കാനുള്ളത്. ഏതാ നമ്മൾ കാന്തം കെട്ടാൻ വേണ്ടി പോവാണേ. ഈ കാന്തം 2 അത് വെച്ചിട്ട് കെട്ടിയിട്ട് ഇത് ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോമഡി ഔട്ട്. അത് വേറെ കാര്യം. അത് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒന്ന് ഫുള്ള് കോമഡി തന്നെയല്ലേ. എത്ര നേരമായി പോണ്. ചോറും തപ്പിൽ പോയിട്ട് ചോർന്ന് ഇനിയിപ്പോ ഈ കാന്തം ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കിട്ട് ഞങ്ങളിത് ഇറക്കാൻ പോട്ടെ. നമ്മളെ കിണറ്റില് പണ്ടത്തെ ഇത് വയറിങ് ചെയ്യാൻ വേണ്ടി പോണ്. വയറിങ് ഏത് പത്തത്ര ഇങ്ങനെ എടുക്കണ്ടേട്ടാ. മറ്റേ വരങ്ങനെ അപ്പൊ ചങ്കള് നമ്മളെ കയറ് എത്തിയില്ലട്ടോ. ഇനി ഒന്നും കൂടി അയച്ചു വിട്ടണം. അപ്പൊ അതാ പിള്ളേര് ഇവിടെ നിന്നിട്ട് ഇത് കെട്ടയച്ചിട്ട് സഹായിക്കുന്നുണ്ട്. കെട്ടയക്കും കുഞ്ഞളെ. മക്കളെ 2-ാം തീയതി ഇവിടെ കണ്ടമാന ആൾക്കാരുടെ അടുത്ത് നിട്ടാ. ഞങ്ങൾ ഈ കിണറ്റിൽ നിന്നാണ് നെതി കിട്ടിയെന്ന്. ഒരു 12:30 ശേഷം കുടുങ്ങിയിട്ട് ഇതപ്പോൾ 4:30 മണി കഴിഞ്ഞു. വാങ്ങി കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുതൽ. ഞങ്ങൾ 2-ാമത്തെ മട എടുത്തിട്ട് വന്നിട്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് തെങ്ങ് കയറിയാൻ വേണ്ടിയിട്ട് ഇതുമ്മ തെങ്ങ് കയറിയിട്ട് നിർത്തിയതായിരുന്നു കണ്ടാ. ഇനി ഇതുമ്മൽ നിന്നാണ് അവസാനിപ്പിക്കുന്നത്. ഇനി കരിക്കൊക്കെ ഇട്ടരാ. ഞങ്ങൾക്ക് എന്താ വേണ്ടി ചേട്ടരാ. ഞാൻ കരഞ്ഞ് നമ്മളെ മടാള് കാണാൻ വേണ്ടിയിട്ടാട്ടോ അതാവാ പോയിക്കണ്. മടാളെ കയറ്റാ പോയിക്കണ്. അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഇത് മടാള് വീഴുമ്പോൾ. അപ്പോൾ ആൾക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് മടാള അതൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ നമ്മൾ പെടൽ തന്നെയാണ് ഇപ്പം എന്നിട്ടാ. അപ്പൊ ഈ കാന്തൊക്കെ നമ്മൾ കൊണ്ടൊക്കെട്ടെ. അത് നമ്മളിനി അടുത്തത് നമ്മളൊരു പണിയായതായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. ഗിറ്റാണ് കേട്ടോ. 2 ബോക്സിന്റെ ഇത്. എന്തായാലും വീട് മാറിയാൽ കാര്യമായി. നമ്മളെ തറവാട്ടിൽ ഉണ്ടായിരുന്ന നദിയാണിത്.
നമ്മളെ സ്നേഹിതനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കിട്ടാത്ത സാധനം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നിട്ടാ. ഓക്കെ, എല്ലാവർക്കും വിട്ടാറുണ്ട്. എന്തായാലും 4:45 കഴിഞ്ഞ് മരവട്ടിത്താനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് തെങ്ങ് കയറാൻ വേണ്ടി പോവാണ്. മരവട്ടി തന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരോട് ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതും കയറി കഴിഞ്ഞിട്ട് ഉണക്കി പോകാനിട്ട്. അപ്പോൾ ഇനി കെട്ടയച്ചിട്ട് ഒരു തെങ്ങും കൂടി കയറണ്ട. അവസാനത്തെ തെങ്ങ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. 2 വീട്ടിലും കൂടി ചെറിയ പണി കൂടി ഉണ്ട്. ഓക്കെ പാപ്പായ്, എന്തോ പറയുന്നുണ്ട് പപ്പ. അപ്പോൾ 2 തേങ്ങ എടുത്തിട്ടുണ്ട് എനിക്ക്. ഞാൻ പോരാ, ഞാൻ 2 തേങ്ങ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. പിന്നെ ടോർച്ചായിട്ട് വന്ന പിള്ളേരാട്ടാ. ടോർച്ച് കിണറ്റിലടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ടോർച്ചായിട്ടാ പോണ്. ഇതാ മേനിക്കാൻ്റെ അവിടെ നിന്ന് നമ്മൾ പോവാണ്. മേനിക്ക നോക്കുന്നുണ്ട് തേങ്ങ എടുത്താട്ടാ. അല്ല വന്നു പൈസ മേടിക്കാൻ വരാ. ഇനി മരത്താൻ്റെ അവിടെ ഒരു തെങ്ങ് കയറാണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് മരത്താൻ്റെ അവിടേക്ക്. ടോർച്ച് കൊണ്ട് കൊടുക്കട്ടാ. മുനിർത്താനോട് ഒരു ടാൻസ് പറഞ്ഞാൽ കേട്ടാ. ഓക്കെ ഇതാണ് ഇപ്പോൾ തെങ്ങ് കയറിയിട്ട് നമ്മൾ മുഴുവനായിട്ടുണ്ടായിരുന്നു. 10 തെങ്ങ് കയറിയിട്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ 4:30 കഴിഞ്ഞ് 4:45 കഴിഞ്ഞിട്ടാ. ഇനി അപ്പോൾ അപ്പുറത്ത് മരത്താൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട്, സമീർ ഖാൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട്, അതിൻ്റെ അപ്പുറത്ത് 2 തെങ്ങുണ്ട്. അതും കൂടി കയറിയിട്ട് ഉണക്കി പോവാൻ. അപ്പോൾ ഓക്കെ, ആ വീടൊക്കെ കാണിച്ചു തരട്ടാ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളെ ഇത് എടുത്ത കാരനെ മടാലെടുത്താൻ്റെ പിള്ളേർ നമ്മളെ കൂടെ തന്നെ ഇട്ടാ. ഇതാണ് നമ്മളെ മരത്താൻ്റെ വീട്. ഇതാണ് മരത്താൻ്റെ വീട്. നമ്മൾ മരത്താൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പൈസ കിട്ടുന്നത് തെങ്ങേറ്റത്തിൻ്റെ പൈസ കിട്ടുന്നത് ഇവിടുന്ന് കേട്ടാ. കൊല്ലത്തെ 2025 ഫസ്റ്റത്തെ പൈസ. ഇനി അവിടുന്ന് ഫസ്റ്റ് തെങ്ങേര അടുത്തുനിന്ന് മേടിക്കാണ്ട് അത് മേടിക്കാതെ കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു തെങ്ങേറാൻ വേണ്ടി വന്നത്. ഇനി നേരിട്ട് മുനീർത്താൻ്റെ റഷീദ് ഖാൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം സമീർ ഖാൻ്റെ വീട്ടിലേക്ക് പോകാൻ. മക്കളെല്ലാവരും ഇത് എടുക്കണ കാരണം ഇതിൻ്റെ കൂടെ തന്നെ കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്. ഓക്കെ ബൈ. ആ കാണാൻ കേട്ടോ റഷീദ് ഖാൻ്റെ വീട്. അവിടെയാണ് ഇനിയിപ്പോൾ 4 തെങ്ങേറുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ആ കാണാനാണ് സമീർ ഖാൻ്റെ വീട്. അപ്പോൾ ഇവർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട്. ടോർച്ചൊക്കെ കൊടുത്തോ മക്കളെ? ടോർച്ച് കൊടുത്തില്ലേ? അല്ലെങ്കിൽ ഇനി പിറ്റത്തെ കയറ്റത്തിന് വരുമ്പോൾ എന്നെ പിടിച്ചേക്കും ഇവിടെ. അത് സമീർ ഖാൻ്റെ വീട് കേട്ടോ. ഇനി ഇവിടെ കൂടി കയറിയിട്ട് ഉണക്കി പോകാൻ. ചേട്ടാ വന്നിട്ട് ഇതോട്ടോ ഇവരവിടുത്തെ തെങ്ങേറ്റം കഴിഞ്ഞ് ഇവരെ വീട്ടിലത്തെ തെങ്ങേറ്റം കഴിഞ്ഞ്. അപ്പം ഇനി നമ്മളിതാ ഇനി അടുത്തത് ഇതാ സമീർ ഖാൻ്റെ വീട്ടിലേക്കാണ്. സമീർ ഖാൻ്റെ ഈ ഒരു ഒറ്റ തെങ്ങുമ്പോൾ കയറിയിട്ട് അപ്പുറത്തെ സൈഡ് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് ഒരു വാടക വന്നിട്ടുണ്ട് കേട്ടോ, ബീബിംബായുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് പാതരായാലും വാടകയുണ്ട്, അതും കാണാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പാടും കാണിച്ചു തരട്ടാ. ബീബിംബായുടെ വാടകയ്ക്കും പോകണം. രഞ്ജേട്ടോടെ തെങ്ങേറാൻ പോണ അമ്മയാണ് മകൾ കളഞ്ഞത് ഗൈസ്. പൊടിയാണ് ഞങ്ങൾ സാഹിത്യമായി കിട്ടുന്നത്. വെടിഞ്ഞളക്കടി സാധനേ നല്ല മുറി കിട്ടി. ഓ ഗൈസ് ചട്ടക്ക് പൊട്ടിയില്ല ഭാഗത്ത്. ഷമീർ ഖാന്റെ ബാക്ക് സൈഡിലേ പാടണ്ട് കേട്ടാ, അത് കാണിച്ചു തരാം. മക്കളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. തെങ്ങേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാണ്ട പാടം കണ്ട നല്ല ഭംഗിയല്ലേ. മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മളെ കിണറ്റില് മടാള് പോയ കാരണം മക്കളെ നമ്മളെ കൂടെ കൂടിയിരിക്കുകയാണ്. അല്ല മക്കളെ ഒരായ കൊടുത്ത എല്ലാവർക്കും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഓക്കെ, ഞങ്ങളെ നാട്ടിലെ പാടത്തിന്റെ ഭംഗിയാട്ടാ. ഷമീർ ഖാന്റെ നേരെ താഴത്താണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ പണ്ട് ഇതേനൊക്കെയാണ് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നടന്നു തരട്ടാ. അവിടെ കാക്ക പൊന്തായിക്കട് ഇങ്ങനെ വന്ന് കയറിയിരുന്നു വെല്ലിറ്റീത്തായിട്ടായി കൂടെ. അവിടെ നമുക്ക് സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് വരും. അപ്പം ഇനി ബിബിയേട്ടൻ്റെ കടയിലേക്ക് പോകാൻ കേട്ടാ. കൊക്കെ വീട്ടിൽ പോവാ നോക്കേ. ഇത് നമ്മളെ ഷമീർ ഖാന്റെ ചെറുതാണ് കേട്ടാ. അപ്പം ഞാൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിത് മെഷീനൊക്കെ ഇവിടെ നിൽക്കണേ. ഷമീർ ഖാന്റെ മുമ്പാറത്ത് നിന്നിട്ട് ലാസ്റ്റ് കേട്ടോ മടാള് പോയത് കണ്ട കാറും പിടിച്ചിരിക്കണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെള്ളത്തിൽ കിടന്നപ്പോഴത്തേക്ക് കാറും പിടിച്ചിരിക്കും. അപ്പം നമ്മൾ പോവാണ് ഗേസ്. അപ്പം ഇനി
മുജാഹിദ് പള്ളിയുടെ അവിടുന്ന് കുറച്ച് സാധനം കൊണ്ടുപോകണ്ട്. അപ്പോൾ ഒരു ചെറിയ ലോക്കലും കിട്ടിയിട്ടുണ്ട്. അതോടെ കൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കാണ്. 2025 2-ാം തീയതിയിലുള്ള പരിപാടിയാണ്. ടക്കാനിക്ക് മടാള് പോയിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തെ. അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിലാട്ടെ നമ്മളെ സമീർ ഖാൻ്റെ കുട്ടികളാണ് കേട്ടത്. കോട്ടാട്ട സമീർ ഖാൻ്റെ കുട്ടികളാണ്. നമ്മളെ സബ്സ്ക്രൈബറും കൂടിയിട്ടാണ് ഈ 2 കുട്ടികളെ. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മേനിക്കാൻ്റെ അവിടുന്ന് ഉണ്ണിത്തണ്ടും കൊണ്ടുപോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ബിബിയേട്ടൻ്റെ കടറ അവിടേക്ക് എത്തിയിട്ടാ. ബിബിയേട്ടൻ്റെ ശിഷ്യയുടെ വണ്ടി മാറ്റി വെക്കണ്. നമുക്ക് വണ്ടി ഉണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തിയിട്ടോ. ബിബിയേട്ടൻ്റെ പീടിയിലേക്ക് എത്തി. ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ ബിബിയേട്ടൻ്റെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കട, നമ്മളെ വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെ വണ്ടി അത് അയച്ച് ഇട്ടിട്ട് രാവിലെ നമ്മൾ കൊടുന്ന് വെച്ച വണ്ടിയാണ്. അതൊക്കെ അയച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ മാമയ്ക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സാധനം ഇതൊക്കെ കൊണ്ടുപോകണ്ട. ബിബിൻ ഭായി ഇതാ സാധനം കയറ്റിന്. നമ്മളെ ബ്ലോഗറും കൂടിയിട്ടാണ്. ഉത്സവ് ബ്ലോഗ് ഉള്ള മുതലാളിയാണ് നമ്മളെ അല്ലേ. കയറ്റ നമ്മളെ വണ്ടിയിൽ വൈകുന്നേരമായി വരണുണ്ട്. ഇതിന്റെ തേങ്ങ ഒന്ന് ഇവിടെ ബിബിൻ ഭായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അറിയണ ആൾക്കാരെ നമുക്ക് 2 തേങ്ങയിട്ട് വന്നാണേ. അപ്പൊ ആൾക്കാരെ അറിയണ്ടേ നമ്മളെ തേങ്ങ എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മളെ മുജാഹിദ് പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ബിബിൻ ഭായിയുടെ കട ഉള്ളത്. അപ്പോൾ എല്ലാവരും നമ്മൾക്ക് വർക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബിബിൻ ഭായിയുടെ നമ്പർ ഇപ്പോൾ ഇതിൽ കാണും. നിങ്ങൾക്ക് ഈ കാണാണ് നമ്മളെ ബിബിൻ ഭായിയുടെ നമ്പർ ഇട്ടാ. കണ്ടില്ലേ 99 46 65 80 98. ഒരു നമ്പറും കൂടി ഉണ്ട്. ഇപ്പോൾ ബിബിൻ ഭായിയുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മുജീബ് ഖാൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഇനി മുജീബ് ഖാൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മളന്ന് കലാസക്കോട്ട് ഉണ്ടാവുക. ശിഷ്യത സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ ബംഗാളിക്ക് ഇപ്പോഴും വൈകുന്നേരം പണിയായി. കണ്ടില്ലേ പോവാൻ നേരത്തും പണി. അപ്പം ഇനി ബംഗാളി ഇനിയിപ്പോൾ മുജീബ് ഖാൻ്റെ വീട്ടിൽ പോയിട്ട് കാണട്ടെ. ഇതാണ് വണ്ടി ഇങ്ങനെ ആയാലുള്ള കോണം. എങ്ങനെ പോയാലും കായ. അപ്പോൾ ഇതാണ് നമ്മളെ കട. നമ്മളിവിടുന്ന് പോവാണ് മുജീബ് ഖാൻ്റെ വീട്ടിലേക്ക്. ഞങ്ങള് മുജീബ് ഖാൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് പോവട്ടാ. മുജീബ് ഖാൻ്റെ വീട് എത്താനായി ഏകദേശം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കും. കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വീടും കാണിച്ചു തരാം മുജീബ് ഖാൻ്റെ. അപ്പൊ ദാ മുജീബ് ഖാന്റെ വീട് എത്താനായി. അടുത്ത വെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നതാണ്. അപ്പൊ ആ കാണാണ് മുജീബ് ഖാന്റെ വീട്. അപ്പൊ ഞങ്ങളെ കൊടുത്തിട്ടാ. ഇതാണ് മുജീബ് ഖാന്റെ വീട്. അതിന്റെ അപ്പുറത്ത് പ്രജോഷേട്ടന്റെ വീട്. ഇവിടെ ഒരു അടിപൊളി കുളം ഉണ്ട്. ആ കുളം ഒന്ന് പോയേക്കാം നമുക്ക് കാണിച്ചു തരാം. കുളം ഉണ്ട് ഇവിടെ. ഒരു അടിപൊളി കുളം ഉണ്ട്. കുളം ഉണ്ടാ അടിപൊളി കുളം ഉണ്ടാ. അപ്പോൾ അത് സാധനം ഇറക്കാൻ വേണ്ടി പോവാം. സാധനം അവിടെ വണ്ടിയിൽ കൊടുന്ന് വെച്ചിരിക്കണ്. ഇപ്പം ഇറക്കും. എന്തേ നമ്മളെ പൈസൽക്കാരൻ്റെ വീട് ആ കാണുന്നത്. ശാന്തച്ചിയുടെ വീടാണ് ആ കാണുന്നത് കേട്ടാ. അപ്പം അതിൻ്റെ നേരെ അപ്പുറത്താണ് ഈ വീട്. ഇതാണ് നമ്മളെ വീട്. ബിബിൻ ഭായി വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ജോഷേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലോ അവിടെ. നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ. അപ്പോൾ അതാ വീട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ബിബിൻ ഭായി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് തുറന്നു കൊടുത്തിരുന്നതൊക്കെ പ്രജോഷേട്ടൻ പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പരിപാടികൾ. അതായത് ബിബിൻ ഭായി അതിൻ്റെ ഉള്ളിൽ സാധനം ഇറക്കിയാ ബിബി കേട്ടോ. സാധന ആ പോട്ടെ. ബിബിൻ ഭായി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബിബിൻ ഭായി കൊടുന്നിട്ട് അതാ സാധനം അതാ അതിൻ്റെ ഉള്ളിലേക്ക് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിബിൻ ഭായി ഇതാ കൊടുന്ന പാടന്നെ സാധനം സെറ്റ് ചെയ്ത് ചെമ്മനോട് അടുപ്പിച്ച് നല്ല ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ. 1/2/2025. അപ്പോൾ ഒന്ന് കലാസക്കോട്ടാണ്. അപ്പോൾ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ബിബിൻ ഭായിക്ക് വർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ എല്ലാവരും കൊടുക്കുക. നമ്മളെ വടമുക്ക് മുജാഹിദ് മദർസയും പള്ളിയിലൊക്കെ തൊട്ടടുത്താണ് കട. അപ്പോൾ നല്ല ഫാബ്രിക്കേറ്ററാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുൾ വർക്കിൻ്റെ ഒരു മിനിറ്റ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് വൈകുന്നേരം കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ എന്തൊക്കെ ഫിറ്റ് ചെയ്തുള്ളതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് മുജീബ് ഖാൻ്റെ അവിടുത്തെ. അപ്പോൾ 1 മിനിറ്റ് വീഡിയോയിൽ ലാസ്റ്റ് കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ബംഗാളിൻ്റെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വന്ന് കയറിയിട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് അവസാനിച്ചിരിക്കണേ. ഓക്കെ ബൈ. അപ്പോൾ ചങ്കളെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ട് ചെങ്ങ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ബംഗാളിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വർഷത്തിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതുവരെ ഇട്ടിരുന്നതൊക്കെ നിങ്ങൾ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.